ഇഷ്യൂ ഷെയർസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോൾസ് ഇൻ അരിയേഴ്സ്. സം ഷെയർ ഹോൾഡേഴ്സ് മേ ഫെയിൽ ടു പേ ദി അലോട്ട്മെൻറ്റ് മണി ആൻഡ് ഓർ കോൾ മണി. ദി എമൗണ്ട് റിമൈനിങ് അൺപെയ്ഡ് ഓൺ അലോട്ട്മെൻറ്റ് ഓർ കോൾ മണി ഈസ് കോൾഡ് കോൾസ് ഇൻ അരിയേഴ്സ്. എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ തൊട്ട് മുമ്പുള്ള ഓരോ പ്രോബ്ലത്തിലും കണ്ടതാണ്, ഓരോ സ്റ്റെപ്പായിട്ടാണ് അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എമൗണ്ട് വാങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ എമൗണ്ട് വാങ്ങിക്കുന്നത് ഫസ്റ്റ് നമ്മളെന്ത് അപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മളൊരു കുറച്ച് എമൗണ്ട് വാങ്ങിക്കും, പിന്നെ അലോട്ട്മെൻറ്റ്, പിന്നെ കോൾസ് എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ എമൗണ്ട് അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്ന സമയത്ത് അപ്ലിക്കേഷൻ മണി അവരെ കയ്യിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അലോട്ട്മെൻറ്റ് മണി കോൾ ഫോർ ചെയ്യും. ഇങ്ങനെ കോൾ ഫോർ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യാറുണ്ട്, ബാലൻസ് തരാനുള്ള എമൗണ്ട് അടയ്ക്കാണ് പതിവ്. അങ്ങനെ ചില ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും, കുറച്ച് എമൗണ്ട് അടയ്ക്കാതിരിക്കുക, അതായത് അലോട്ട്മെൻറ്റിൻ്റെ എമൗണ്ട് അടയ്ക്കാതിരിക്കും. ഇങ്ങനെ ചിലപ്പോൾ മേ ബി എന്തായിരിക്കാം, അത് അലോട്ട്മെൻറ്റ് അടച്ചിട്ടുണ്ടാകും, ദെൻ കോളിൻ്റെ കൂടെ ഇരിക്കും, ചിലപ്പോൾ എമൗണ്ട് അവർ അടയ്ക്കില്ല, ചിലപ്പോൾ മേ ബി വല്ല ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയതുകൊണ്ട് എന്തുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ അടയ്ക്കാതിരിക്കുന്ന കേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എമൗണ്ട് ഓഫ് കോൾസ് ഇൻ അരിയേഴ്സ് ഈക്വൽ ടു കോൾഡ് അപ്പ് ക്യാപിറ്റൽ മൈനസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ വരുന്നത്. രണ്ട് മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ് ഫോർ കോൾസ് ഇൻ അരിയേഴ്സിന് വരുന്നത്. ഫസ്റ്റ് മെത്തേഡാണ് വിത്തൗട്ട് ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് എന്ന് പറയുന്നത്. കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്ത രീതി ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ബൈ ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. ഫസ്റ്റ് മെത്തേഡ് നോക്കാം, വിത്തൗട്ട് ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട്. അണ്ടർ ദിസ് ഓൾട്ടർനേറ്റീവ് നോ സെപ്പറേറ്റ് അക്കൗണ്ട് ഫോർ കോൾസ് ഇൻ അരിയേഴ്സ് ഈസ് മെയിൻറ്റെയിൻഡ്. ഇത് ചെയ്യുന്നത് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് അക്കൗണ്ടും കാര്യങ്ങളൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഡെബിറ്റ് ബാലൻസ് ഷോൺ ബൈ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഓർ ഷെയർ കോൾ അക്കൗണ്ട് റെപ്രസെൻറ്റ് കോൾസ് ഇൻ അരിയർ. എന്ത് പറയുന്നുണ്ട്, ഡെബിറ്റ് ബാലൻസ്, അതായത് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ എന്താണ് ഷെയർ കോൾ അക്കൗണ്ട് എന്താണ് ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് എന്താ പറയുക, കോൾസ് ഇൻ അരിയേഴ്സ് ആണെന്ന് പറയാം. ദെൻ സെക്കൻഡ് വരുന്നത് ബൈ ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട്. നമ്മൾ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള രീതിയാണ് സെക്കൻഡ് വരുന്നത്. നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് വിത്തൗട്ട് ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ നെക്സ്റ്റ് നോക്കാം, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ. അതായത് നമ്മൾക്ക് എന്താണ്, അവർ ഇപ്പോൾ അലോട്ട്മെൻറ്റ് മണി അടച്ചില്ല, ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യാണ്, ഈ അലോട്ട്മെൻറ്റ് മണി അവർ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, അവർ കോൾ മണീൻ്റെ കൂടെ കൂട്ടി അടയ്ക്കാനുള്ള, അതായത് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂടെ കൂട്ടി അടയ്ക്കുന്ന പോലെ. അപ്പോൾ അതാണ് അലോട്ട്മെൻറ്റ് നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യാണ്, ആ അലോട്ട്മെൻറ്റിൻ്റെ മണി അവരെന്ത് ചെയ്യാറുണ്ട്, കോൾസിൻ്റെ കൂടെ അടയ്ക്കും. ഇങ്ങനെ അടയ്ക്കുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ആ ഇൻട്രസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. ഒരു സെപ്പറേറ്റ് എന്ത് ചെയ്യുക, ഒരു റേറ്റ് മിക്കവാറും എന്ത് ചെയ്യും അതിൻ്റെ കമ്പനീൻ്റെ ആർട്ടിക്കിളിൽ പ്രത്യേകം പറയാറുണ്ട്. ഇൻ കേസ് അങ്ങനെ ഒരു പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, നോട്ട് എക്സീഡിങ് 10% പെർ ആനം എന്ന് പറയുന്നത്, അതായത് 10% കൂടാത്ത രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുമെന്ന് പറയുന്നു. ആസ് പെർ ടേബിൾ എഫ് ഓഫ് കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു 10% ഇൻട്രസ്റ്റ് ചാർജ് ആക്കുന്ന രീതി പറഞ്ഞിട്ടുള്ളത്, അപ് ടു 10% ഈടാക്കുന്ന രീതി പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്കൊരു 3 ജേണൽ എൻട്രി വരുന്നുണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ച്. ഫോർ ഇൻട്രസ്റ്റ് റിസീവബിൾ, അതായത് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നതിനെ കുറിച്ച്. സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്, ഫസ്റ്റ് എൻട്രി ഇതാണ് വരുന്നത്. നെക്സ്റ്റ് എന്താണ്, ഫോർ റെസിപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, എന്താണ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ്, അവരുടെ നിന്ന് എന്താ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് നമ്മൾ വാങ്ങിക്കുമ്പോഴുള്ള എൻട്രിയാണ് വരുന്നത്. നെക്സ്റ്റ് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻട്രി ആണെന്ത്, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇങ്ങനെ 3 എൻട്രീസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് റിലേറ്റ് ചെയ്ത് വരുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കാം, കോൾസ് ഇൻ അഡ്വാൻസ്. വെൻ എ ഷെയർ ഹോൾഡർ പേയ്സ് മോർ മണി ദാൻ കോൾഡ് അപ്പ്, ദി എക്സസ്
മണി ഈസ് കോൾഡ് കോൾസ് ഇൻ അഡ്വാൻസ്. ചില വ്യക്തികൾ എന്ത് ചെയ്യും, അപ്പോൾ അവർ അപ്ലിക്കേഷൻ വിളിച്ച സമയത്ത് തന്നിട്ടുണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് വിളിക്കുന്ന സമയത്ത് അവർ അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെ എന്ത് കൂടി തരും, ഫസ്റ്റ് കോൾ മണി അല്ലെങ്കിൽ എന്താണ് ഫൈനൽ കോൾ മണി കൂടി തരികയാണെങ്കിൽ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. A company can accept calls in advance only if it is authorized by its article എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ടാവും എന്താണ് അവർക്ക് കോൾസ് ഇൻ അഡ്വാൻസ് സ്വീകരിക്കാം എന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ കോൾസ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് നമുക്ക് വാങ്ങിക്കാൻ കഴിയുള്ളൂ. രണ്ട് എൻട്രി എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ ഈ ഒരു കോൾസ് ഇൻ അഡ്വാൻസ് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. First one, when the company receives calls in advance, bank account debtor to calls in advance account. The next, when the call money really become due. Due ആവുന്ന കേസാണ് കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോൾസ് അക്കൗണ്ട്. എങ്ങോട്ടാണോ അത് നമ്മൾ ഡ്യൂ ആവുന്നത്, അതായത് ഏതിൻ്റെയാണ് അഡ്വാൻസ് കിട്ടിയിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു എൻട്രിയാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, കോൾസ് ഇൻ അഡ്വാൻസ് ഈസ് ലയബിലിറ്റി ടിൽ ഇറ്റ് ബിക്കംസ് ഡ്യൂ. എന്താണ് നമ്മൾ ഈ ഒരു കോൾസ് ഇൻ അഡ്വാൻസ് കിട്ടിയിട്ടുള്ള എമൗണ്ട് അത് അടുത്ത ഇപ്പോൾ കോൾസാണ് നമുക്ക് അഡ്വാൻസ് ആയി കിട്ടിയിട്ടുള്ളതെങ്കിൽ ഈ കോൾസ് ഡ്യൂ ആകുന്നത് വരെ നമുക്ക് എന്താണ് ഈ കോൾസ് ഇൻ അഡ്വാൻസ് ഒരു ലയബിലിറ്റി ആണെന്ന് പറയുന്നുണ്ട്. എന്താണ്, ഇറ്റ് ഈസ് ഷോൺ അണ്ടർ ദി സബ് ഹെഡ് അതർ കറണ്ട് ലയബിലിറ്റീസ് അണ്ടർ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ നമ്മളിത് എവിടെ എഴുതി, ഇൻ കേസ് നമ്മളൊരു ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കാം മേ ബി കോൾസ് വിളിക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു ലയബിലിറ്റി ആക്കി നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് എന്തായിരിക്കാം, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റീസ് സൈഡിൽ കറണ്ട് ലയബിലിറ്റീസിൻ്റെ താഴെ അതർ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടായിരിക്കും നമ്മളതിൽ മെൻഷൻ ചെയ്യുന്നത്. The next, interest on calls in advance. Company must pay interest on calls in advance at rate specified in article. നമ്മളിപ്പോൾ കോൾസ് ഏരിയസിന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻട്രസ്റ്റ് അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലയബിളാണ് എന്ത് ചെയ്യുന്നത്, അഡ്വാൻസ് ആയി തന്നിട്ടുള്ള എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാൻ. അപ്പോൾ അതിന് പ്രത്യേകം അതിൻ്റെ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്താണ് എത്ര പെർസെൻറ്റേജ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണമെന്ന്. ഇൻ കേസ് ഈ ഒരു ആർട്ടിക്കിൾ സൈലൻ്റ് ആണ് റിലേറ്റിംഗ് ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്, അതായത് ടൈം പറയുന്നത് ഒരു നോട്ട് എക്സീഡിങ് 12% പെർ ആനം എന്ന് പറയുന്നത്, അതായത് 12% കൂടാതെ രീതിയിലുള്ളൊരു ഇൻട്രസ്റ്റ് ആർക്ക് കൊടുക്കണം, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. എന്ത് റിലേറ്റ് ചെയ്തിട്ട്, കോൾസ് ഇൻ അഡ്വാൻസ് റിലേറ്റ് ചെയ്തിട്ട്. അതും ടേബിൾ എഫ് കമ്പനീസ് ആക്ട് 2013 പ്രകാരം പറയുന്നതാണ്. നെക്സ്റ്റ്, ഫോർ ദി ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് ഡ്യൂ. കോൾസ് ഇൻ അഡ്വാൻസ് ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്ന ഒരു എൻട്രി വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു കോൾസ് ഇൻ അഡ്വാൻസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമുക്ക് കോൾസ് ഇൻ അരിയൂസും കോൾസ് ഇൻ അഡ്വാൻസും വെച്ച് ചെറിയൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. കേരള ലിമിറ്റഡ് വാസ് രജിസ്റ്റേർഡ് വിത്ത് എ നോമിനൽ ക്യാപിറ്റൽ ഓഫ് 8 lakh ഡിവൈഡഡ് ഇൻ ടു 8,000 shares of ₹100 each. Out of these, 5,000 shares were issued to the public, payable as to 25 on application, 30 on allotment, 20 on first call, and the balance after 3 months. Applications were received for 4,000 shares and the directors made the allotment in full. All money up to allotment were duly received. At the time of first call, a shareholder on 100 shares did not pay the first call, but he paid it with the final call. Another shareholder who has allotted 150 shares paid them up in full. Show necessary journal entries to record the above transaction and show the entries in the balance sheet. പറഞ്ഞിട്ടുള്ളത് 5000 ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തു, അതിൽ 4,000 ഷെയർസിന് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻ്റായി തന്നിട്ടുള്ളത് 100 ഷെയർ ഹോൾഡ് ചെയ്ത വ്യക്തി എന്താണ് ഫസ്റ്റ് കോൾ തന്നിട്ടില്ല,
അദ്ദേഹം സെക്കൻഡ് കോളിൻ്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് തന്നു എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞിട്ടുള്ളത് 150 ഷെയർ ഹോൾഡ് ചെയ്ത വ്യക്തി എന്താണ്, ഫസ്റ്റ് കോളിൻ്റെ കൂടെ സെക്കൻഡ് കോളിൻ്റെ എമൗണ്ടും കൂടി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ 3 അഡ്ജസ്റ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതാം. നോമിനൽ ക്യാപിറ്റൽ എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതണം. ഫസ്റ്റ് നമ്മൾ ആകെ ഇഷ്യൂ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5000 ഷെയർസാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ദെൻ 100 ഈച്ച് ആണെന്നുള്ള കാര്യം എഴുതണം. ദെൻ വരുന്നത് എത്രയൊക്കെയാണ് ഇഷ്യൂ ചെയ്തത്, 25 ഓൺ അപ്ലിക്കേഷൻ, ദെൻ 30 ഓൺ അലോട്ട്മെൻറ്റ്, 20 ഓൺ ഫസ്റ്റ് കോൾ, പിന്നെ ബാലൻസ് വരുന്ന 25 ആഫ്റ്റർ 3 മന്ത്സ്. അതായത് ഫസ്റ്റ് കോൾ കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന 25 രൂപ 3 മാസം കഴിഞ്ഞ് വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ദെൻ വരുന്നത് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തിട്ടുള്ളത്, റിസീവ്ഡ് ആപ്ലിക്കേഷൻ വരുന്നത് 4000 ഷെയർസാണ്. 4000 ഷെയർസ് എന്നുള്ള ആപ്ലിക്കേഷനാണ് റിസീവ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കാര്യം പറഞ്ഞത് എന്താണ്, ഫസ്റ്റ് കോളിൻ്റെ ടൈമിൽ എന്താണ് 100 ഷെയർസിൻ്റെ ആൾ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 150 രൂപയുടെ 150 ഷെയർസിൻ്റെ എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് കോൾ ടൈമിൽ അടച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ്, നേരെ എൻട്രി ചെയ്താൽ എന്തായിരിക്കും, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, 4000 ഇൻറ്റു 25 എത്ര കിട്ടുക, 1 lakh. ഇതിന് നമ്മളത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി എഴുതി കഴിഞ്ഞു. ഇതിന് വരുന്നത് ഷെയർ അലോട്ട്മെൻറ്റിൻ്റെയാണ്. ഒന്നും പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അലോട്ട്മെൻറ്റ് ഡ്യൂ ആകുന്ന എൻട്രി എഴുതി, 4000 ഇൻറ്റു 30 എഴുതി, എമൗണ്ട് എഴുതി, ബാങ്ക് അക്കൗണ്ട് റിസീവ് ചെയ്യുന്ന എൻട്രി എഴുതി. നെക്സ്റ്റ് നമുക്ക് ഷെയർ ഫസ്റ്റ് കാൾ ഡ്യൂ ആകുന്ന എൻട്രിയാണ്. അതിൽ വ്യത്യാസമൊന്നുമില്ല, അതുപോലെ തന്നെ ഡ്യൂ ആക്കിയാൽ മതി. നമ്മൾ ഷെയർ ഫസ്റ്റ് കാൾ ഡ്യൂ ആകുന്ന എൻട്രി എഴുതി, ഷെയർ ഫസ്റ്റ് കാൾ അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ 4000 ഇൻറ്റു 20 80,000 എഴുതി കഴിഞ്ഞു. ഇത് ചെറിയൊരു ഇത് വരുന്നത് നമ്മൾ അതിൻ്റെ എമൗണ്ട് റിസീവ് ചെയ്യുന്ന കേസിലാണ്. എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ എൻട്രി അതുപോലെ തന്നെയാണ്, കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. എമൗണ്ട് റിസീവ് ചെയ്യുന്നിടത്ത് മാത്രമേ ചെറിയൊരു പ്രശ്നം വരുന്നുള്ളൂ. എങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുള്ളത്, 100 ഷെയർസിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ ചെയ്തതെന്ന് പറഞ്ഞാൽ എത്രയാണ്, നമ്മൾ 4000 ആണ് ഇഷ്യൂ ചെയ്തത്. അതിൽ 100 ഷെയർസിൻ്റെ എമൗണ്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കാം, 3900 ഉണ്ടായിരിക്കും. അത്രയും ഷെയർസിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. 3900 ഇൻറ്റു 20 ഇത്ര നമുക്ക് എമൗണ്ട് കിട്ടിയിട്ടുള്ളൂ. 78,000 ഇത്ര എമൗണ്ടാണ് നമുക്ക് എന്താണ് ഷെയർ ഫസ്റ്റ് കോളായിട്ട് കിട്ടിയിട്ടുള്ളൂ. കാരണം 100 ഷെയർ ഹോൾഡ് ചെയ്യുന്ന വ്യക്തി ക്യാഷ് തന്നിട്ടില്ല. അപ്പോൾ അതാണ് 3900 ഇൻറ്റു 20 എഴുതിയത്. കൂടാതെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഒരു കോൾസിന് അഡ്വാൻസ് ഉണ്ട്. 150 ഷെയറിൻ്റെ
കോളിൻ്റെ എമൗണ്ട്, അതായത് ഫൈനൽ കോളിൻ്റെ എമൗണ്ട് അയാൾ ഫസ്റ്റ് കോളിൻ്റെ കൂടെ തന്നിട്ടുണ്ട് എന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ടു കോൾസ് ഇൻ അഡ്വാൻസ്, കോൾസ് ഇൻ അഡ്വാൻസ് എത്ര എമൗണ്ട് വരിക? 150 ഇൻറ്റു കോളിൻ്റെ എമൗണ്ട് നമ്മൾ എത്രയാണ്? 25 രൂപയാണ്. 25. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3750 കിട്ടും. 3750. ഇത് രണ്ടും ടോട്ടൽ എഴുതി കഴിഞ്ഞാൽ 81,750 കിട്ടും. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇത് നെക്സ്റ്റ് വരുന്നത് ഫൈനൽ കോൾ ഡ്യൂ ആവുന്ന എൻട്രിയാണ്. വ്യത്യാസമൊന്നുമില്ല, പഴയ പോലെ തന്നെ നമ്മൾ എഴുതിയാൽ മതി. ഡ്യൂ ആവുന്ന എൻട്രി എഴുതി ഷെയർ സെക്കൻഡ് കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ 4000 ഇൻറ്റു 25, 4000 ഷെയർസിന് 25 രൂപ വെച്ചിട്ട് 1 lakh കിട്ടി. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ എമൗണ്ട് റിസീവ് ചെയ്യുന്ന എൻട്രിയാണ് എഴുതാനുള്ളത്. എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കാം? സെക്കൻഡ് കോള്. എമൗണ്ട് എങ്ങനെ വരിക? 4000 ഷെയറാണ് ഉള്ളത് അല്ലേ? 4000 ഷെയറാണ് എമൗണ്ടാണ് നമുക്ക് കിട്ടാനുള്ളത്. 4000-ൻ്റെ എമൗണ്ടാണ് കിട്ടാനുള്ളത്. അതിൽ നമുക്ക് 150 രൂപ, 150 ഷെയർസിൻ്റെ എമൗണ്ട് നമ്മൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടെ കിട്ടിയിട്ടുണ്ട്, കോൾസിന് അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 3850 കിട്ടും. ഈ 3850 ഇൻറ്റു 25, ഇത്രയും എമൗണ്ട് ആയിരിക്കും നമ്മൾക്ക് എന്താണ് ഇവിടെ റിസീവ് ചെയ്യാം. അപ്പോൾ എമൗണ്ട് എത്ര ആയിരിക്കും? 96,250. അപ്പോൾ അത് ഓക്കെയാണ്. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഇവിടെ ഒരു ഫസ്റ്റ് കേസിൽ എന്താണ് ഒരു 100 ഇവിടെ, അതായത് 4000-ൽ 3900, അതായത് ഇത്രയും ഇത്രയും ഷെയർസിൻ്റെ എമൗണ്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളൂ. ഒരു 100 രൂപയുടെ ഒരു വ്യക്തി എന്ത് തരും? 100 ഷെയർ ഹോൾഡ് ചെയ്യുന്ന വ്യക്തി എന്താ എമൗണ്ട് നമുക്ക് തന്നിട്ടില്ല. ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അയാൾ ഫൈനൽ കോളിൻ്റെ കൂടെ അതിൻ്റെ എമൗണ്ടും കൂടി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാണ്? ടു ഫസ്റ്റ് കോൾ എത്രയാണ്? 100 ഇൻറ്റു 20, അതായത് ആ വ്യക്തി 100 ഷെയർ ഹോൾഡ് ചെയ്യുന്ന വ്യക്തി എന്താണ്? നമ്മൾ ഫസ്റ്റ് കോൾ ഫോർ ചെയ്ത സമയത്ത് അയാൾ എമൗണ്ട് തന്നിട്ടില്ല. ആ എമൗണ്ട് അയാൾ എവിടെ തന്നിട്ടുണ്ട്? ഇവിടെ ഫൈനൽ കോൾ വിളിച്ച സമയത്ത് അയാൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് കൂടി നമ്മളിവിടെ എഴുതണം, 2000 രൂപ. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി? 98,250. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് കോളിൻ്റെ ഈ ഒരു എമൗണ്ട്, അതായത് 3850 ഇൻറ്റു 25, 3850 ഷെയറിന് 25 രൂപ വെച്ചിട്ടുള്ള എമൗണ്ട് എഴുതി. ഫസ്റ്റ് കോൾ തരാത്ത വ്യക്തി, 100 ഷെയറിൻ്റെ ഫസ്റ്റ് കോൾ തരാത്ത വ്യക്തി എന്താണ്? ഫൈനൽ കോളിൻ്റെ കൂടെ ആ എമൗണ്ട് തന്നു എന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. അതാണ് 100 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 2000, രണ്ട് എമൗണ്ട് ആഡ് ചെയ്തിട്ട് ടോട്ടൽ ബാങ്കിലേക്ക് വന്നിട്ടുള്ള എമൗണ്ടാണ് 98,250 എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു 3 എൻട്രി കൂടി എഴുതാനുണ്ട്. കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ, കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ സെക്കൻഡ് കോൾ. എത്രയാണ് നമുക്ക് അഡ്വാൻസ് കിട്ടിയിട്ടുള്ളത്? അത് എഴുതാം. 3750, 3750. ഇത് നമുക്ക് കോൾസിങ് അഡ്വാൻസിൻ്റെ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ കോൾസിന് അരിയേഴ്സിൻ്റെ ഇൻട്രസ്റ്റുമാണ് വരുന്നത്. ഫസ്റ്റ് നമുക്ക് കോൾസിന് അരിയേഴ്സിൻ്റെ നോക്കാം. സൺട്രി മെമ്പേഴ്സ് അക്കൗണ്ട്, ഇപ്പോൾ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പേര് മെൻഷൻ ചെയ്യാം, അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സൺട്രി മെമ്പേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ കോൾ ഇൻ അരിയേഴ്സ്. എത്രയാണ്?
എത്ര എമൗണ്ട് ഉണ്ട് നമുക്ക് കിട്ടാനുള്ളത്? 100 ഷെയർസിൻ്റെ ഇൻട്രസ്റ്റാണ് കിട്ടാനുള്ളത്. ഇപ്പോൾ 100 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ 2000 നമ്മൾ ഇതിൽ പ്രത്യേകം കോൾസിന് അരിയേഴ്സിന് ഇൻട്രസ്റ്റും പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എത്രയാണ്? 10% എടുത്ത് ചെയ്യേണ്ടി വരും. ഇൻറ്റു 10 എന്ന് പറയുന്ന സമയത്ത് 20 കിട്ടുക 200 കിട്ടും. അപ്പോൾ 200 നമ്മൾക്ക് ഒരു വർഷത്തിലേക്ക് വരുന്നത്. പക്ഷെ നമ്മളത് അയാൾ 3 മാസത്തെ ഗ്യാപ്പ് വരുന്നുള്ളൂ. ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ 3 months ബാലൻസ് ഉള്ള എന്താണ് ഫൈനൽ കോൾ വിളിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 200 ഇൻറ്റു 3/12 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 50. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്? കോൾസിൻ അരിയേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 50. പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് ടു സൺട്രി മെമ്പേഴ്സ് എത്ര ആയിരിക്കാം? എമൗണ്ട് എത്രയായിരുന്നു? 3750 3750 എന്ത് ചെയ്യുള്ളത് നമ്മൾക്ക് കിട്ടാനുള്ള അഡ്വാൻസായി കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ 12%. കാരണം നമ്മൾ എന്താണ് ആർട്ടിക്കിളിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? 12% എടുക്കണം. $450 കിട്ടും. എത്ര മാസം ഇൻട്രസ്റ്റിന് വരുള്ളൂ? ഇൻറ്റു 3/12 എത്ര കിട്ടും? 112.5 കിട്ടും. അപ്പോൾ അതിനോട് വരുന്ന എമൗണ്ട് 112.5. അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നാൽ ക്ലിയർ ആവുന്നു കൂടി. അപ്പോൾ അത് എത്രത്തോളം വർക്ക് ചെയ്യുന്നു അതനുസരിച്ച് ഉണ്ടാവും നമ്മളെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു.